കൊയ്തെടുത്ത നെല്ല് സംഭരിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വില കിട്ടാതെ വലയുകയാണ് കർഷകർ. വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം പള്ളിക്കര സ്വദേശി റജിയും മുള്ളത്ത് വളപ്പിൽ സെയ്ദ് മുഹമ്മദും നെല്ലിന്റെ വില കിട്ടാത്തവരുടെ പ്രതിനിധികളാണ്. വേദക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷി ചെയ്ത് കൊയ്തെടുത്ത നെല്ലാണ് 2.5 മാസം മുൻപ് സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകൾ സംഭരിച്ചത്. ഒപ്പം നെല്ല് സംഭരിച്ച 13 കർഷകർക്കും നെല്ലിന്റെ വില ലഭിച്ചെങ്കിലും ഇവർക്ക് മാത്രം പണം ലഭിച്ചില്ല. ലഭിച്ച PRSുമായി ബാങ്കിൽ പലതവണ അന്വേഷിച്ചെങ്കിലും പണം വന്നിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് റജിയും സെയ്ദ് മുഹമ്മദും പറഞ്ഞു. സപ്ലൈകോ ഓഫീസിൽ പരാതിപ്പെട്ടപ്പോൾ സാങ്കേതിക പ്രശ്നം മൂലമാണ് പണം ലഭിക്കാത്തതെന്ന മറുപടിയാണ് ലഭിച്ചത്. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും കൃഷിയിറക്കിയ കർഷകർ പണം കിട്ടാതായതോടെ കഷ്ടത്തിലായി. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ പണം വിതരണം ചെയ്തിട്ടും തങ്ങൾക്ക് മാത്രം പണം ലഭിച്ചില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. കടക്കെണി മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ തീർത്ത് പണം ഉടൻ വിതരണം ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ നിന്ന് നെല്ല് ശേഖരിച്ചതിന്റെ PRS വിതരണം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നെല്ല് കയറ്റിയിട്ട് 12-ാം തീയതി കയറ്റിയിട്ട് റെസീറ്റ് അത് കയറ്റിയിട്ട് ഇവർ PRS തരുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഫെബ്രുവരി 28-ാം തീയതി കിട്ടി ഞങ്ങളുടെ ഒരേ സ്പോട്ടിലുള്ള എല്ലാവരും നെല്ലിൻ്റെ പൈസ കിട്ടി. എൻ്റെ സെയ്ദ് മുഹമ്മദിന് പൈസ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ പറയുന്നത് അവർ അപ്രൂവ്ഡ് ആയില്ല. അതിന് ഞങ്ങൾക്കിപ്പോൾ ആത്മഹത്യ വെക്കില പോകണം. ഓരോരുത്തരും കടം വാങ്ങിയോട് വരിക. നമുക്കൊരു 3-4 ലക്ഷത്തിന് മേലെ 2 പടവിലും കൂടി എനിക്ക് കിട്ടണം. തൃശ്ശൂർ പാടി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് കാനറ ബാങ്കിനായിട്ടുള്ള അഗ്രിമെൻറ്റ് കഴിഞ്ഞു, എറണാകുളത്തെ നമ്പർ തരണം. എറണാകുളത്തെ നമ്പറിൽ വിളിക്കുമ്പോൾ ഫോൺ ആരും എടുക്കുന്നില്ല. ഈ PRSും വാങ്ങുന്നില്ല. ഞങ്ങളെ PRS വാങ്ങി വെച്ച PRSന്റെ ഫണ്ട് തേലും അവർ തരുന്നില്ല. അപ്പോൾ അതിന് അവർ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല, സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകരായ ഞങ്ങളുള്ളത്.